യിരെമ്യാവ് 1:5. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നമ്മളിലാരും യാദൃശ്ചികമായി ഭൂമിയിലേക്ക് വന്നവരല്ല. യിരെമ്യാ പ്രവാചകനെ വളരെ ചെറിയ പ്രായത്തിലെ ദൈവിക നിയോഗത്തിലേക്ക് ദൈവം വിളിച്ചു വേർതിരിച്ചു. യിരെമ്യാവിനോട് യഹോവയായ ദൈവം പ്രവാചകനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ വലിപ്പം ഇവിടെ പറയുന്നു. ഭൂമിയിലേക്ക് വന്നു പിറന്നതിന് ശേഷം നമ്മെ ചില ഉത്തരവാദിത്തങ്ങൾക്കായി വിളിച്ചതല്ല ഈ ദൈവം. ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുൻപ് തന്നെ നമ്മെ കണ്ടു, നമ്മെ അറിഞ്ഞു, നമ്മെ ചില ദൈവിക പ്രവർത്തികൾക്കായി വേർതിരിച്ചു നമ്മുടെ ദൈവം. അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നമ്മെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. വെറുതെ ജീവിച്ചു തീർക്കുവാനുള്ളതല്ല ദൈവം നമുക്ക് തന്ന ഈ ജീവിതം. അത് ദൈവിക പദ്ധതി പ്രകാരം ദൈവനാമ മഹത്വത്തിനായി തീരേണ്ടതാണ്. നാം ഏത് കുടുംബത്തിൽ ഏത് സാഹചര്യത്തിൽ ജനിക്കേണ്ടതാണെന്ന് തീരുമാനിച്ചത് ദൈവമാണ്. നാം ആയിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ബാലനായിരിക്കുമ്പോഴേ ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി യിരെമ്യാവെ വിളിച്ചതുപോലെ നമ്മെയും പല സമയങ്ങളിൽ ദൈവിക വിളിയിലേക്ക് നയിക്കുന്നു. നമ്മുടെ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുവാനായി ദൈവം നമ്മെ സഹായിക്കുന്നു. ഈ ലോകത്തിൽ നാം എങ്ങനെ ഈ വലിയ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തണമോ അതിനായി നമ്മെ സഹായിക്കുന്നു. സങ്കീർത്തനം 139:13 എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. യെശയ്യാവ് 49:1 യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കയിൽ തന്നെ എൻ്റെ പേർ പ്രസ്താവിച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ എഴുതിയിരിക്കുന്നു. റോമർ 8:29 അവൻ മുന്നറിഞ്ഞവരെ അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. ഗലാത്യർ 1:15 എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം എന്ന് അപ്പോസ്തലൻ വീണ്ടും പറഞ്ഞിരിക്കുന്നു. സങ്കീർത്തന പുസ്തകത്തിലും പ്രവചന പുസ്തകങ്ങളിലും പുതിയ നിയമത്തിലുമൊക്കെ ഈ സത്യത്തെ, ഈ ദൈവിക വിളിയെക്കുറിച്ചും തിരഞ്ഞെടുപ്പിനെക്കുറിച്ചും പരാമർശിച്ചിരിക്കുന്നു. നമ്മെ തിരഞ്ഞെടുത്തത് എന്തിനാണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ പൂർത്തീകരണത്തിനായി നമ്മെ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങയുടെ വിളിക്കനുസരണമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.